അമ്മ രാവിലെ തന്നെ വന്നിട്ട് പറഞ്ഞു ഒരു അടിപൊളി ഒരു സ്പോട്ടിൽ നിന്നാൽ പിന്നെ പോയില്ലെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന്. പെട്രോൾ ആരടിക്കുന്നു വെച്ചപ്പോൾ ഓളം നേരം തന്നെ പറഞ്ഞു ഞാൻ തന്നെ അടിച്ചോളൂ എന്ന്. അങ്ങനെയെല്ലാം കൂടി നമ്മളെന്താക്കാണ് നേരെ വണ്ടി എടുത്ത് പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞു നീ ഓട്ടുന്നത് ശരിയില്ല, ഞാൻ എന്തായാലും വണ്ടി എടുക്കാമെന്ന്. അങ്ങനെ ഈ ഹെൽമെറ്റൊക്കെ എടുത്തിട്ട് തലയിലട വെച്ചവിടെ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ പോയില്ലെന്ന് വെച്ചപ്പോൾ പറഞ്ഞു ഓ എന്നാൽ പിന്നെ വണ്ടി എടുത്തോന്ന്. ഇതെങ്ങനെ സ്റ്റാർട്ടാക്കണ്ടേ എന്നാണ് അടുത്ത ചോദ്യം കേട്ടോ. ഞാൻ പറഞ്ഞു സ്റ്റാർട്ടാക്കുന്ന അറിയില്ലെങ്കിൽ വണ്ടി എടുക്കണ്ടാന്ന്. പിന്നെ ഞാൻ ചിരിച്ചൊരു ബൈക്കാക്കി. ആ ചിരി കണ്ടതിനെ ഷോള് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ പിന്നെ പോട് വണ്ടി എടുക്കുന്നു. ബേക്കോട്ടൊക്കെ നോക്കുന്നൊക്കെ കണ്ടിട്ട് ബേക്കിൽ നിന്ന് ലോറി വരുന്നതെന്ന് പറഞ്ഞിട്ട് കുറച്ചേരം ഇങ്ങനെ നിർത്തി കിട്ടോ. അങ്ങ് അപ്പുറമുള്ള ലോറി ഉണ്ടാകുന്ന ഓള് പറയുന്നത് ഇവിടെ നിന്ന് ഇപ്പോൾ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന്. ഞാൻ പറഞ്ഞു വണ്ടി എടുത്തിട്ട് ബേഗ് അങ്ങ് വിട്ടോന്ന് പറഞ്ഞു. അങ്ങനെ പോകുന്നേരം എടുത്തൊരു വീഡിയോയാണ്. ഒരു രക്ഷയില്ല കേട്ടോ. റോട്ടും മൊത്തം കുണ്ടും കുയ്യൊക്കെ കണ്ടതിനെ ഷോള് പറഞ്ഞു വെച്ചുകൊണ്ട് എനിക്ക് എടുക്കാനൊന്നും പറ്റില്ല. ഈ സ്പോട്ട് ഇടാനൊന്നും എനിക്കറിയില്ല. എന്നെ ഇങ്ങനെ കൂട്ടിയിട്ട് കൊണ്ടുവന്ന കൊയിലാണ്ടീൻ്റെ അടുത്തുനിന്ന് ഏരിയൊരു റോഡ് കൂടി ഇങ്ങനെ പോയിട്ട് ഏതോ ഒരു സ്പോട്ടിൽ നിന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നത്. ഇതെന്താ സംഭവം എന്നൊന്നും എനിക്ക് മനസ്സിലാക്കില്ല. പെട്രോൾ ഓളാണ് അടിച്ചത്, വണ്ടി ഓടിച്ചാൽ മതി എന്ന് മാത്രമേ ഓള് പറഞ്ഞിട്ടുള്ളൂ. അതും ഓള് എന്നെ ഓട്ടുന്നത്. പിന്നെ കൂടി നമുക്കെന്ത് ഞാൻ പറഞ്ഞു കുറേ തെങ്ങൊക്കെ ഉണ്ടല്ലോ, നല്ല രസമുണ്ട് കേട്ടോ, ഇവിടുന്ന് നല്ല അടിപൊളി വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. അന്നേരം എന്നോട് പറഞ്ഞാൽ പിന്നെ എടുത്ത വീഡിയോ നമുക്ക് എന്താക്കാം പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ. അങ്ങനെ വണ്ടി വന്ന് വീഴുന്നൊരു സീനുണ്ട് കേട്ടോ, അതെല്ലാവരും കാണാൻ മറക്കരുത്. അങ്ങനെയെല്ലാം കൂടി നമ്മളെന്താക്കാണ് നേരെ പോയി നോക്കുന്നതിന് ഇവിടെ ഒരു പാലം കണ്ടു മക്കളെ. ഈ പാലം കണ്ടതിന് ശേഷം എന്നോട് പറയാണ് ഇതാ ഈ കാണുന്ന പാലം ഉണ്ടല്ലോ, ഇതാ ഇങ്ങോട്ട് നോക്ക്. ആ കാണുന്ന പാലം കണ്ടതിന് ശേഷം എന്നോട് പറയാണ് ഇവിടത്തേക്കാണ് നമ്മൾ വന്നത്. ഞാൻ പറഞ്ഞ എല്ലാ മോളെ ഈലേ ഇവിടെ കാണാൻ വരണമെന്നുണ്ടെങ്കിൽ ഈലേ വരേണ്ട ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറയാം ഇത് മാത്രമല്ല നമുക്ക് കണ്ടോ അവിടെ ഒരു വീട് കണ്ടില്ലേ. ഞാൻ പറഞ്ഞു അവിടെ ഒരു വീട് കണ്ട് അതിന് ആ വീടൊക്കെ നല്ല അടിപൊളി വീടായി. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ വണ്ടി സൈഡാക്കിക്കോ, ഇത് കുറച്ച് നേരം അവിടെ നിന്നിട്ട് പോടുമെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു എന്നാൽ പിന്നെ വണ്ടി സൈഡാക്കട്ടെ എന്ന്. അങ്ങനെ വണ്ടി സൈഡാക്കുന്ന നേരം ബ്രേക്ക് പിടിച്ചിട്ട് ഞാനൊരു സൈഡിലെത്തിക്ക്. നമ്മളെ സ്റ്റാൻഡ് തട്ടാൻ പോലും അതിന് പറ്റുന്നില്ല. എന്നോട് പറഞ്ഞു ഇതെങ്ങനെ. ഞാൻ പറഞ്ഞു എന്തെങ്കിലും ആക്കിയിട്ട് പോയിരുന്നത്. അങ്ങനെയെല്ലാം കൂടി ഞാൻ എന്താണ് ഇത് എന്തായാലും വന്നതല്ലേ, ഒരു വീഡിയോ എടുത്തേക്ക് വീഡിയോ ഇഷ്ടമാക്കിയിട്ട് നിങ്ങൾ കമൻറ്റും ലൈക്കൊക്കെ അടിക്കുക. നിങ്ങൾ ഇവിടെ പോയ ആൾക്കാർ അറ്റാൻ അയച്ചിട്ടുണ്ടെങ്കിൽ അതും പറയാം. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത് വെച്ചാൽ ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയ ഒരു സൂപ്പർ സ്ഥലം കേട്ടോ. കാരണം എന്ന് വെച്ചുകൊണ്ട് അപ്പുറം ഇപ്പുറം പോയും ഒരു സമാധാനവും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഞാൻ അങ്ങനെ വീട് കണ്ടിട്ട് എനിക്ക് വല്ലാണ്ട് ഇഷ്ടമായി. എന്താ വെച്ചുകൊണ്ട് ഒരു പഴക്കമുള്ളൊരു വീടാണല്ലോ. ഞാൻ നേരെ അങ്ങോട്ടൊക്കെ നടന്ന് പതുക്കൊന്ന് സൂം ചെയ്ത് നോക്കുന്നേരോ അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. അതായത് വാർപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ ആക്കിയെന്ന് വിചാരിക്കും. വാർപ്പിൻ്റെ മുകളല്ല കേട്ടോ, അല്ലാണ്ട് പഴയ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ അതേമാതിരി ആക്കിയത്. എന്തായാലും ഒരു ദിവസം അതിൻ്റെ ഉള്ളിൽ കയറണം എന്നൊക്കെ ഞാനിങ്ങനെ അമ്മൂനോട് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ പോവുകയല്ലേ ഇനി അങ്ങോട്ടെങ്കിലും ഇറക്കി തരാമെന്ന്. അങ്ങനെ അതിനടുത്ത് വീട്ടിലിട്ടിട്ട് അവനങ്ങ് പോകുന്നുണ്ട്.